രംഗപ്രവേശം ചെയ്തതോടുകൂടി നാവ് ദൂഷിതമായി. പിള്ളേർക്ക് ആരോഗ്യമില്ല, തന്തയ്ക്ക് ആരോഗ്യമില്ല, കുടുംബത്തിന് ആരോഗ്യമില്ല. ആരെങ്കിലും ഇവളെ കണ്ടുപോയാൽ അവൻ്റെ ആരോഗ്യം. തല്ലുവരിക്കും, സത്യമാണ്. കാരണം വായ തുറന്നാൽ പാമ്പും പഴുതാരയും പല്ലിയും ഒക്കെയാണ് പുറത്ത് ചാടുന്നത്. പണ്ടോരയുടെ പെട്ടി തുറക്കുന്നതിനേക്കാൾ കഷ്ടമാണ് ഇന്ന് വിദ്യാഭ്യാസമുള്ളവരുടെ വാ തുറക്കുന്നത്. പണ്ടോരയുടെ പെട്ടി കേട്ടിട്ടുണ്ടാവും. പണ്ട് പ്രോമിത്യൂസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഗ്രീക്ക് മിത്തോളജിയിൽ. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. പ്രോമിത്യൂസിനെ ഒരിക്കൽ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. പ്രോമിത്യൂസ് സ്വർഗത്തിൽ ചെന്നപ്പോൾ നല്ല വേവിച്ച ഭക്ഷണമൊക്കെ കിട്ടി. സ്വർഗത്തിൻ്റെ വരദാനമായിരുന്നു അഗ്നി. പ്രോമിത്യൂസിന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വേദന തോന്നി. അദ്ദേഹം നന്നായി കഴിച്ചില്ല. കാരണം തൻ്റെ സഹജീവികളായ ഭൂമിയിലുള്ളവർക്ക് ഈ അഗ്നി നിഷിദ്ധമാണ്. പ്രോമിത്യൂസ് ഈ അഗ്നി കാണാൻ പോയ കൂട്ടത്തിൽ അതിൽ നിന്ന് ഒരു തരി ഊതി തെറിപ്പിച്ചു ഭൂമിയിലേക്ക്. അങ്ങനെ ഭൂമിയിൽ അഗ്നി പടർന്നു. അങ്ങനെയാണ് നമുക്ക് അഗ്നി കിട്ടിയത് മിത്തോളജിക്കലായി. ഫലം പ്രോമിത്യൂസിനെ ദേവന്മാർ ശിക്ഷിച്ചു. 2 പാറകൾക്ക് നടുവിൽ ചങ്ങലക്കിട്ടു. ഒരു കഴുകൻ നിത്യവും വന്ന് പ്രോമിത്യൂസിൻ്റെ സ്നേഹമുള്ള ഹൃദയം കൊത്തിപ്പറിച്ചു. ഒടുവിൽ ഒരു ദിവസം ചോദിച്ചു, ഇനിയും നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ വീണ്ടും മനുഷ്യ നന്മയ്ക്ക് ചെയ്യുമെന്ന് പറയാൻ പ്രോമിത്യൂസിന് മടിയൊന്നും തോന്നിയില്ല. ആ പ്രോമിത്യൂസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നായപ്പോൾ ഭൂമിയെ ശിഥിലമാക്കാൻ, ഭൂമിയിൽ അഗ്നിയൊക്കെ കിട്ടിയത് ശിഥിലമാക്കാൻ പണ്ടോരയെ ഏൽപ്പിച്ചു. സുന്ദരിയായ ഒരു സ്ത്രീ നേരെ പ്രോമിത്യൂസിൻ്റെ സഹോദരൻ എപ്പിമിത്യൂസിൻ്റെ അടുക്കലെത്തി. അപ്പം ഇയാൾ ഈ സ്ത്രീയെ കണ്ടു, ഈ പെട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇയാളോട് വളരെ സ്നേഹത്തിൽ കൂടിയിട്ട് പറഞ്ഞു, ഈ പെട്ടിയോട് വെച്ചു, ഇതിനകത്ത് വളരെ അപകടം പിടിച്ച കാര്യങ്ങളുണ്ട്, ഇത് തുറക്കരുത് എന്ന് പറഞ്ഞു. സത്യം തന്നെയാണ് പറഞ്ഞു. പക്ഷെ ഇയാൾക്ക് ഇതെന്താണെന്നറിയാനുള്ള ഔത്സുക്യം കൂടിക്കൂടി വന്നു. തുറക്കരുത് കേട്ടോ എന്ന് നേരത്തെ വളരെ വാണിംഗ് കൊടുത്തിട്ടാണ് പോയത്. പക്ഷെ ഒരു ദിവസം അയാൾ ആരും കാണാതെ പെട്ടി തുറന്നു. അതിൽ നിന്ന് അസൂയ, കുശുമ്പ് തുടങ്ങിയ എല്ലാ ദുഷ്ടജീവികളും പുറത്തിയാടി മനുഷ്യൻ്റെ ഇടയിലേക്ക്. മതം, മാത്സര്യം തുടങ്ങിയുള്ള എല്ലാ ജീവികളും ഈ പെട്ടിക്കകത്തു നിന്ന് പുറത്ത് ചാടിയപ്പോൾ ഇയാൾ പേടിച്ച് ഈ പെട്ടി അടച്ചു. അപ്പോൾ ആകെ രക്ഷിക്കാവുന്ന ഒരു അഹിംസാദേവതയുള്ളത് അതിനകത്തും പെട്ടു. ഇതുപോലെയാണ് ഈ വാ തുറന്നാൽ സകല കുശുമ്പും സകല കുന്നായ്മയും സകല ഇതും പുറത്തിയാടും. അതോടുകൂടി ആരോഗ്യം അകലെയാവും. നാവ് എങ്ങനെയോ അങ്ങനെയാണ് ആരോഗ്യം. വിദ്യാഭ്യാസം കൂടുന്തോറും ഇത് കൂടും. മറ്റൊരുത്തന് ഹൃദയത്തിൽ അല്പം സമാധാനം കൊടുക്കാൻ പാകത്തിന് സംസാരിക്കുന്നവരില്ലാതായിരിക്കുന്നു. എങ്ങനെ വാ പൊളിച്ചാലും ഭയപ്പെടുത്തുക. ആക്രന്ദനങ്ങൾ കൊണ്ട് വാണിയെ ശിഥിലമാക്കിയവർ. അതുകൊണ്ട് സകല ആസുരീ സമ്പത്തിയും നിറഞ്ഞ ദൂഷിത വ്യവഹാരങ്ങൾ കൊണ്ട് കളങ്കപങ്കിലമായ എൻ്റെ വാണിയെ പവിത്രീകരിക്കാൻ ഹേ ഭഗവൻ അങ്ങല്ലാതെ ആരുമില്ല. അങ്ങയെ സ്തുതിച്ചും അങ്ങയുടെ നാമങ്ങളെ ഉച്ചരിച്ചും ഞാൻ എൻ്റെ ഈ വാണിയെ പവിത്രീകരിക്കട്ടെ. എൻ്റെ വാണി പവിത്രമാക്കണേ എന്ന് വേറൊരു പ്രാർത്ഥന ഞാൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ
അങ്ങയുടെ സ്തുതി അങ്ങയാൽ സംയുക്തമാകൊണ്ട് അത് സ്വയം എന്നെ പവിത്രമാക്കും. അതുകൊണ്ട് അങ്ങയുടെ വാണി മതി. അങ്ങയുടെ സ്തുതിയാൽ പവിത്രമായ വാണി കൊണ്ട് വേദമന്ത്രങ്ങളാൽ ജപ്യമായ അങ്ങയുടെ പരമപദത്തെ ഞാൻ അവശ്യം പ്രാപിക്കും. അങ്ങയുടെ സ്തുതിയാൽ പവിത്രമാക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സിദ്ധി. അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. ഇനി അടുത്ത മന്ത്രത്തിൻ്റെ മുഖവുര 4, ശ്ലോകം 4, അതിൻ്റെ മുഖവുര. വാണിയുടെ പവിത്രതയിൽ വേദപാഠാദി പ്രയുക്തമായ സദ്ഗതി പ്രാപിക്കും. ഇത് മാത്രമല്ല, അതിനാൽ മനസ്സിൻ്റെ പവിത്രത തഥാ നിർമ്മലജ്ഞാന ബ്രഹ്മചര്യ സത്യ തപസ്സിനെ പ്രാപിക്കും. വാണി പവിത്രമായാൽ അപ്പോൾ തന്നെ നൈർമല്യം വരും. വാക്ക് പവിത്രമാകാതെ നൈർമല്യമുണ്ടാവില്ല. അതുകൊണ്ട് വാക്കാണ് ഏറ്റവും, എല്ലാ ബന്ധവും വാക്കുകൊണ്ടാണ്. സംബന്ധം ആഭാഷണപൂർവമാഹു എന്നാ പറയാ കാളിദാസൻ. എല്ലാ ബന്ധവും സംഭാഷണം കൊണ്ടാണ്. അതിനുപയോഗിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് വാക്ക് പ്രസന്ന മധുരമായിരിക്കണം, അമൃതോപമമായിരിക്കണം. കേമത്വം പറയുന്ന ആളുകൾ ഞങ്ങളൊക്കെ, നിങ്ങളിൽ പലരും എന്നെ അങ്ങനെയൊന്നും പറയാൻ കിട്ടുകയില്ല, ഏതാണ്ട് മിടുക്കായിട്ടാണ് കരുതുന്നത്. മനസ്സിലായില്ല? ഇത് വലിയ മിടുക്കൊന്നുമല്ല. മധുരമായി സംഭാഷണം ചെയ്യണം. അതിനെന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ മിടുക്കൊന്നുമല്ല, വിവരക്കേടാണ്. പ്രസന്ന മധുരമായി, മര്യാദാമസൃണമായി, നല്ല നിരപ്പിൽ. അങ്ങനെ വന്ന ചില ഭാഷകളുണ്ട്. സംസ്കൃതം അതിനൊരു ഉദാഹരണമാണ്. ലാവണ്യമുള്ള ഭാഷയിൽ ഒരു പക്ഷേ പ്രാചീന സംസ്കൃത ഭാഷയേക്കാൾ മുന്തി നിൽക്കുന്നതാണ് തമിഴ്. നിരപ്പാർന്ന ഭാഷയാണ്. മലയാളമൊന്നും ആ അവസ്ഥയിലാന്ന് പറയാൻ പറ്റില്ല. ക്ലാസിക്കൽ തമിഴ് സംഗീതാത്മകമാണ്, 1. 2 പ്രസന്ന മധുരമാണ്. അവരതുകൊണ്ട് ഉറപ്പിച്ചു പറയും, അൻപാക പേശു, സഭയറിന്തു പേശു, പേശിയും പഴക്, പേശാതെയും പഴക്. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? തമിഴിനെ കണ്ടുപിടിക്കണം. മലയാളിയുടെ അഹങ്കാരം ഇല്ലാത്തത് കൊണ്ടാണ്. ലോകത്തിൻ്റെ എവിടെ ചെന്നാലും രക്ഷപ്പെടുന്നത് കൊണ്ടാണ്. സംഭാഷണം ആദ്യം പഠിപ്പിച്ചാ വിടുന്നത്. ചീത്ത മധുരമായി പറയൂ. നല്ല അൻപുള്ള ഭാഷ. സഭയറിന്തു പേശു, സമയമറിന്തു പേശു. എവിടെയാ പറയുന്നതെന്നൊക്കെ നോക്കിയിട്ട് പറയുക. മേലുകീഴ് നോട്ടമൊന്നുമില്ലാതെ ഇന്ന് പിള്ളേർ വർത്തമാനം പറയുന്നത്. ശരിയല്ല. അതൊക്കെ മിടുക്കായിട്ടാണ് തന്തയും തള്ളയൊക്കെ കരുതുന്നത്. ആളും തരവുമൊക്കെ നോക്കി സംസാരിക്കാൻ പഠിക്കണം. അത് പഠിപ്പിക്കണം. പഠിപ്പിച്ചില്ലെങ്കിൽ സംസ്കാരമില്ലായ്മ മാത്രമല്ല, അനേക രോഗമാണ്.
എല്ലാ രോഗങ്ങളും അങ്ങനെ ഉണ്ടാകുന്നതാണ്. സഭയറിഞ്ഞ് പറയാൻ പഠിക്കണം, സമയമറിഞ്ഞ് പറയാൻ പഠിക്കണം. പലപ്പോഴും സംസാരിക്കുമ്പോൾ സമയം അറിയില്ല, ശരിയല്ല. സഭയറിന്തു പേശു, സമയമറിന്തു പേശു. പേശിയും പഴക്, പറഞ്ഞ് പരിശീലിക്കണം നല്ലോലെ. പേശാതെയും പഴക്, വേണ്ടാത്തടത്ത് പറയാതിരിക്കാനും സാമർഥ്യം വേണം. ആവശ്യമില്ലാത്തടത്തൊക്കെ കയറി പറയും, ആവശ്യമുള്ളിടത്ത് പറയാനും അറിയില്ല. ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഒരുപാട് ഡിഗ്രി ഉണ്ട്, ഒരുപാട് കേമന്മാരാണ്. പക്ഷെ വേണ്ടത് വേണ്ടപ്പോൾ വേണ്ടതുപോലെ പറയാൻ, ചില അവസരങ്ങളിൽ നിശബ്ദത പാലിക്കാൻ അത് പഠിക്കണം. കാലമറിഞ്ഞും ദേശമറിഞ്ഞും അവസ്ഥയറിഞ്ഞും ഒക്കെ പറഞ്ഞ് പരിശീലിക്കണം. എൻ്റെ നാവ് അങ്ങനെയല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. വാണിയുടെ പവിത്രതയാൽ വേദപാഠാദി പ്രയുക്തമായ സദ്ഗതി എനിക്ക് പ്രാപിക്കണം. അതുകൊണ്ട് എൻ്റെ നാവിനെ പരിശുദ്ധമാക്കണം. വാക്കാണ് വ്യക്തിത്വം. വാക്ക് പവിത്രമായിട്ടുണ്ടെങ്കിൽ എല്ലാം പവിത്രമായി. അതിന് പരുഷമരുത്, പൈശുനമരുത്, അനൃതമരുത്, സംഭിന്നാലാപവും അരുത്. ഇവ മൂന്നും വാക്പാപങ്ങളാണ്. പൈശുനം, കുശുമ്പ്. അവളൊരു കുശുംബിയാണ്, അവനൊരു കുശുംബനാണെന്നൊക്കെ പറയും, കേട്ടിട്ടില്ല. അത് വാക്പാപമാണ്. ഉള്ളിലത് കിടപ്പുണ്ടെങ്കിൽ അങ്ങനെ വാക്ക് വരുള്ളൂ. അതുകൊണ്ട് വാക്ക് നമ്മളറിയാതെങ്കിൽ വരും. അതിനകത്ത് വെടിമരുന്ന് പോലെ ഈ സാധനം ഇരിപ്പുണ്ടാവും. പൈശുനം. എത്രയൊക്കെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാരുഷ്യം പുറത്തു വരും. പരുഷത അതുണ്ടാവരുത്. വളരെ സ്നേഹത്തിൽ ചിലരോട് സംസാരിക്കാൻ ചെന്നാൽ മതി. ഒരുമാതിരി അടയിരിക്കുന്ന പാമ്പിൻ്റെ കൂട്ടാണ് ചാടി വരിക. അത് പാരുഷ്യമാണ്, അത് രോഗമാണ്, ഭാവി നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് പരുഷമരുത്. പൈശുനം, പരുഷം, അനൃതം, ഇല്ലാത്തത് ഉണ്ടാക്കി പറയരുത്. സംഭാഷണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും ഇത്. ചില ആളുകളുടെ കൈ കിട്ടിയാൽ കഷണ്ടിയും താടിയും കൂടെ ഒരു കൂട്ടി കിട്ടികളെ. മനസ്സിലായില്ല? അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ശരിയല്ല? നുണ പറഞ്ഞ ഞാൻ നുണ പറഞ്ഞ നുണയെ നിങ്ങളുടെ ചിരി കണ്ടിട്ട് ഞാനൊരു അത് ശരി, ഞാൻ വിചാരിച്ചു എന്തോ പറ്റിയെന്ന് വിചാരിച്ചു. ഒരു രൂപം കിട്ടിയില്ലല്ലേ? അതുകൊണ്ട് അത്തരക്കാരെ വളരെ അകറ്റി നിർത്തണം. ഒരു വളരെ കെട്ടിച്ചമച്ച് പറയും. ഒരു വഴിക്ക് പോയാൽ മതി. ഒരു സഹോദരനും സഹോദരിയും കൂടി പതുക്കെ നടന്നു വരികയാണ്, തമാശയും പറഞ്ഞു. അവർ തിരിച്ചു വരുമ്പോൾ പറയുന്ന കഥ വേറെയായിരിക്കും. വിജയൻറ്റേടി ഞാനതിലെ വരുമ്പോൾ ഒരാണും പെണ്ണും കൂടെ വരുന്ന കാഴ്ച. അവസാനം നമ്മൾ അന്വേഷിച്ച് പിടിച്ച് ചെല്ലുമ്പോൾ ഇത് സ്വന്തം സഹോദരനും സഹോദരിയും കൂടി പതുക്കെ അതിൽ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ട് വന്നേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിരിക്കുന്നത് മുഴുവൻ മറ്റുള്ളവരുടെ മേൽ ചേർത്ത് പറയും. അത് അനൃതമാണ്.
വലിയ പാപമാണ്, കൊടിയ പാപമാണ്. ചിലരെ ഒരിടത്തും കയറ്റാൻ കൊള്ളുകയില്ല. ഒരുമാതിരി ശാന്തമായി ആരെങ്കിലും യോജിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരെത്തിക്കഴിഞ്ഞാൽ കലഹം തുറന്നു, സംഭിന്നാലാവും. വലത്തുകാല് വെച്ച് വീട്ടിലോട്ട് കയറിയാൽ അയാൾ വന്നു, തിരിച്ചിറങ്ങിയുള്ളൂ, ഭാര്യയും ഭർത്താവും തമ്മിൽ അടി തുടങ്ങും. കാരണം അതിന് കൃത്യമായുള്ളത് വിത്തിടാൻ അറിയും. അധികമൊന്നും വേണ്ട, ചെറിയ മെരട്ട് മതിയാവും. സംഭിന്നാലാവും. മറ്റുള്ളവരെ കലഹിപ്പിക്കുന്നത് ആനന്ദമായിട്ടുള്ള ജന്മങ്ങളാണ്. വാണിയെ അങ്ങനെ ഉപയോഗിക്കുന്നത് അപവിത്രവാണിയാണ്. എവിടെ ചെന്നാലും യോജിപ്പ് കാണാൻ ഇഷ്ടമില്ല. അത് തിരിച്ചു വരുമ്പോൾ പറയും, അവർ തമ്മിൽ നല്ല കൂട്ടാണല്ലോടാ, ഇതങ്ങനെ വിട്ടാൽ പറ്റുകയല്ലോടാ, നമുക്കൊന്ന് കുത്തി നോക്കാം പൊട്ടുമോ എന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ സ്നേഹത്തെ തകർക്കാൻ ഗവേഷണം ചെയ്യുന്നവർ. ഇത് വലിയ പാപമാണ്, മഹാരോഗമാണ്. ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെയെല്ലാം എൻ്റെ വാണി അപവിത്രമാണ് ഭഗവൻ. അതിനാൽ എൻ്റെ വാണിയുടെ പവിത്രത കൊണ്ട് എനിക്ക് സദ്ഗതി ഉണ്ടാകണം. അതിനാൽ മനസ്സിൻ്റെ പവിത്രത തഥാ നിർമ്മലജ്ഞാനത തഥാ ബ്രഹ്മചര്യം. വാണി പവിത്രമായാൽ ബ്രഹ്മചര്യമുണ്ടാവും. ബ്രഹ്മചര്യം വാണിയിലായിരിക്കുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് വിവാഹത്തിലാണെന്നാണ്. വിവാഹത്തിൽ കാര്യമൊന്നുമില്ല, കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും. വാക്കെങ്ങനെയോ അങ്ങനെയാണ് ബ്രഹ്മചര്യം ഇരിക്കുന്നത്. വാക്കിനകത്തുണ്ട് ബ്രഹ്മചര്യത്തിന് വിപരീതങ്ങളായ കാര്യങ്ങൾ, രഹസ്യഭാഷണങ്ങൾ, ഗുഹ്യഭാഷണങ്ങൾ, കാമോദ്ദീപകങ്ങളായ വാക്കുകൾ. സദസ്സിലിരിക്കുന്ന രണ്ടുപേരെ തമ്മിൽ കാമിനി കാമുകന്മാരാക്കി മാറ്റുകയോ, സദസ്സിലേക്ക് പറഞ്ഞ 1000 കാമിനികളെ സൃഷ്ടിക്കുകയോ കാമുകന്മാരെ സൃഷ്ടിക്കുകയോ ചെയ്യാൻ വാക്ക് മതിയാവും. വാക്കിൻ്റെ വിഭൂതിയിലാതിരിക്കുന്നു. വാക്കാണ് ബ്രഹ്മചര്യം. ചില ആളുകളുടെ അടുക്കൽ കാമോദ്ദീപകങ്ങളായ ഭാവതലങ്ങളുമായി എത്തുമ്പോൾ ഒരു വാക്കു മതിയാവും ഈ കാമമെല്ലാം ഉരുകി ഒലിച്ചു പോകാൻ. നിശബ്ദവും നിസ്തന്ത്രവും നിർമ്മമവും നിസീമവുമായി വാണിയെ സത്യസാക്ഷാത്കാരത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും ഉജ്ജ്വല ഭൂമികയിലേക്ക് കൊണ്ടുപോകുന്ന അസ്മാദൃശന്മാരായ ആചാര്യവര്യന്മാരുണ്ട്. അവരെയൊക്കെയാണ് പോയി കാണേണ്ടത്. അവരുടെ പാദം പതിഞ്ഞ ധൂളികൾ മതിയാവും നമ്മൾ രക്ഷപ്പെടാൻ. അതൊക്കെ വാണിയുടെ കഴിവാണ്. അതിനെ അമൃതവാണി എന്ന് തന്നെ പറയും. തപസ് വാണിയിലാണിരിക്കുന്നത്. വാഗ്മയം തപസ്. അത് പലർക്കുമില്ല. അതെനിക്കും പ്രാപ്തമാകണം ഭഗവൻ. ഇപ്രകാരം ജ്ഞാനം നിശ്രേയസ പര്യന്തം ആരുടെ ഗുണകീർത്തനം ഫലപ്രദാനം ചെയ്യുമോ ആ ബ്രഹ്മസ്വരൂപനായ ത്രിപുരാരിയെ ഞാൻ പ്രണമിക്കുന്നു. ഭഗവാന്റെ അർവാചീന സാകാര സ്വരൂപത്തിൽ ആരുടെ മനസ്സാണ് ധ്യാനിക്കാത്തത്? ഹേ ഭഗവൻ, അങ്ങയുടെ അർവാചീനമായ ആ സാകാര രൂപത്തിൽ ആരുടെ മനസ്സാണ് ധ്യാനിക്കാത്തത്? ആരുടെ വാണിയാണ് എന്തെങ്കിലും പറയാൻ തുടങ്ങാത്തത്? എന്നാൽ ഈ കാര്യം സംഗതമായി കാണുന്നില്ല. കാരണം ആരുടെയെങ്കിലും ഉള്ളിൽ നാസ്തികതയുണ്ടായാൽ
ഇത് കാണുന്നില്ല. നാസ്തികരുടെ കാര്യം പോവട്ടെ, നാസ്തികരെ വിടാം, അവരങ്ങനെയാണല്ലോ. ആസ്തികരുടെ മനസ്സും വാണിയും കൂടി വിഷയലോകങ്ങളിൽ ഏർപ്പെടുന്നു. ശ്രദ്ധ കാരണം ജഡബുദ്ധിയാൽ, അശ്രദ്ധ കൊണ്ട് ജഡബുദ്ധിയാൽ അയാളുടെ പാണ്ഡിത്യം കൊണ്ടെന്ത് ഉപയോഗം? ശരിക്കുള്ള പാണ്ഡിത്യം നല്ല വഴിക്കുള്ള യാത്രയാണ്. രണ്ടാമത്തെ കാര്യം പദേ ത്വർവാചീനെ, ഇവിടെ അർവാചീന പദം കൊണ്ട് സൂചിതമായിരിക്കുന്നത് പരമാത്മാവിൻ്റെ പ്രാചീന സനാതന പദവും കൂടിയാണ്. എന്നാൽ ആ പദം അസിദ്ധമാണ്, കിട്ടാൻ പ്രയാസമാണ്. പ്രാചീനമില്ലെങ്കിൽ അർവാചീനം എവിടെ നിന്നാണ് ഉണ്ടാവുക? അപ്പോൾ അതിൻ്റെ കഥ വൃഥാലാപമാവും, പ്രയോജനമില്ലാത്തതാവും. ഇത്തരമൊരു സ്ഥിതിയിൽ അർവാചീന പദത്തിൻ്റെ സ്തുതി ചെയ്ത് തൻ്റെ വാണിയെ പവിത്രീകരിക്കുന്നതിനുള്ള ആശ ദുരാശയാണ്. ഈ പൂർവപക്ഷത്തിനുമേൽ തവ ഐശ്വര്യം യത്തത് ഇത്യാദി ചതുർത്ഥ ശ്ലോകം സ്തുതിരൂപത്തിൽ പറയുന്നു. അങ്ങനെ 4-ാം ശ്ലോകം, ശ്ലോകം 4 ചൊല്ലാൻ നേരമുണ്ട്. തവൈശ്വര്യം തവൈശ്വര്യം യത്തജ്ജഗദുദയ യത്തജ്ജഗദുദയ രക്ഷാപ്രളയകൃത് തവൈശ്വര്യം യത്തജ്ജഗദുദയ രക്ഷാപ്രളയകൃത് തവൈശ്വര്യം യത്തജ്ജഗദുദയ രക്ഷാപ്രളയകൃത് തവൈശ്വര്യം യത്തജ്ജഗദുദയ രക്ഷാപ്രളയകൃത് ത്രയീവസ്തുവ്യസ്തം 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 ത്രിഷു ഗുണഭിന്നാസു തനുഷു തിസൃഷു ഗുണഭിന്നാസു തനുഷു തിസൃഷു ഗുണഭിന്നാസു തനുഷു ത്രയീവസ്തുവ്യസ്തം തിസൃഷു ഗുണഭിന്നാസു തനുഷു 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 അഭവ്യാനാമസ്മിൻ 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 വരദരമണീയാമരമണീം വരദരമണീയാമരമണീം അഭവ്യാനാമസ്മിൻ വരദരമണീയാമരമണീം അഭവ്യാനാമസ്മിൻ വരദരമണീയാമരമണീം
ശരി ശരി. വിഹന്തും വ്യാക്രോശിം വിഹന്തും വ്യാക്രോശിം വിഹന്തും വ്യാക്രോശിം വിദധത ഇഹൈതേ ജഡധിയ വിദധത ഇഹൈതേ ജഡധിയ വിദധത ഇഹൈതേ ജഡധിയ വിഹന്തും വ്യാക്രോശിം വിദധത ഇഹൈതേ ജഡധിയ തവൈശ്വര്യം ഒന്നുകൂടെ എല്ലാം കൂടെ 4 എണ്ണം.